അങ്ങനെ ഈ വർഷത്തെ ആപ്പിൾ ഇവന്റ് ആയിട്ടുള്ള WWDC 26 മനോഹരമായിട്ട് അവസാനിച്ചിരിക്കുന്നതാണ്. ശരിക്കും ജൂൺ 12 വരെ ഉണ്ട് പരിപാടി. പക്ഷെ എന്തൊക്കെയാണ് ഇനി ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്നതിനെ പറ്റിയുള്ള അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇത്തവണ ആപ്പിൾ അനൗൺസ് ചെയ്തേക്കുന്നത് മെയിൻ ആയിട്ടും അവരുടെ AI ബേസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളെ പറ്റിയും സോഫ്റ്റ്വെയർ ആയിട്ടുള്ള iOS 27 വരുന്നതിനെ പറ്റിയും ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കിഡിലൻ സിറി അപ്ഗ്രേഡഡ് സിറി വരുന്നതിനെ പറ്റിയായിരുന്നു മെയിൻ ആയിട്ട് ഇവന്റിൽ പറഞ്ഞത്. അതായത് ആപ്പിൾ മൊത്തത്തിൽ ഒരു AI ഇക്കോസിസ്റ്റം പണിതതിനെ പറ്റിയാണ് സംസാരിച്ചത്. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് ഈ ആപ്പിൾ ഇവന്റിനെ പറ്റി സംസാരിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഇവന്റിലെ സ്റ്റാർ അട്രാക്ഷനെ പറ്റി നോക്കാം. സിറിയും പിന്നെ ആപ്പിൾ ഇന്റലിജൻസും. ആപ്പിള് ഗൂഗിൾ ജെമിനായി ആയിട്ട് കൈ കൊടുത്തിട്ട് ഒരു കിഡിലൻ അപ്ഡേറ്റഡ് പീക്ക് സ്മാർട്ട് ആയിട്ടുള്ള ഒരു സിറീനെ ഇറക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല ഈ ആപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്ന സംഭവം കുറച്ചും കൂടെ നല്ല രീതിക്ക് ഇംപ്രൂവ്ഡ് ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സിറിയുടെ കാര്യം പറയാം. കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള കൂടുതൽ റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു സിറി ആയിട്ട് ഇപ്പൊ മാറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും സംസാരിച്ചാല് എല്ലാം ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു സിറിയാണ് ഇപ്പൊ അവര് കൊണ്ടുവന്നേക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ട്രിപ്പ് പ്ലാൻ വെക്കണം, അല്ലെങ്കിൽ ഒരു ബില്ലിന്റെ ഫോട്ടോ എടുത്തിട്ട് എക്സ്പെൻസ് സ്പ്ലിറ്റ് ചെയ്യണം. ഇത് സിറിനോട് ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനനുസരിച്ച് കറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് തരുന്നുണ്ട്. ഈ ഒരു സിറി വന്നിരിക്കുന്നത് ഐഫോൺസിൽ മാത്രമല്ല ആപ്പിളിന്റെ എല്ലാ ഡിവൈസുകളിലും വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാൻ നേരത്തെ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സിറി അത് ഡിറ്റക്ട് ചെയ്യും. അതായത് എന്തെങ്കിലും മിസ്റ്റേക്ക് തിരുത്തി തരും. പിന്നെ കോൾ അസിസ്റ്റൻസ്, റൈറ്റിംഗ് ടൂൾസ്, അങ്ങനെ കുറെ AI ബേസ് ആയിട്ട് സിറി നല്ല രീതിക്ക് അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ സിറി ഇത്ര അടിപൊളിയാക്കിയത് തന്നെ വലിയ കാര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആപ്പിൾ ഫാൻസും കാത്തുനിന്ന് വെച്ചാൽ ഒരു സിറിയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിറി 2 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തത് ബേസ് സിറി, അതായത് വളരെയധികം റെസ്പോണ്ടീവ് ആണ്, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ഇതല്ലാണ്ട് ഒരു വലിയൊരു ഇന്റലിജന്റ് ആയിട്ടുള്ള കുറച്ചും കൂടി അടിപൊളിയായിട്ടുള്ള ഒരു സിറിയും കൂടെ ഉണ്ട്. ആ സിറി എല്ലാ ഫോണിലും കിട്ടൂല. ആ ഇന്റലിജന്റ് ആയിട്ടുള്ള ആ ഒരു സിറി ഇല്ലേ, അത് iPhone 17 പ്രോയിലും പ്രോ മാക്സിലും പിന്നെ iPhone എയറിലും ടാബ്ലറ്റ്സിലാണെങ്കിൽ M ചിപ്സെറ്റ് വരുന്ന ആ ഇതിന് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ബേസ് മോഡൽ ഐഫോൺസ് എടുത്തവർക്കായിരിക്കും ആ ഒരു സിറി കിട്ടില്ല. എന്നാൽ 16 Pro Max 15 Pro Max അതിലും കിട്ടൂല. ഓൺലി സ്റ്റാർട്ടിങ് ഫ്രം 17 Pro 17 Pro Max iPhone Air. പിന്നെ അടുത്തത് നമുക്ക് ആപ്പിൾ ഇന്റലിജൻസിന്റെ കാര്യത്തിലോട്ട് വരാൻ നേരത്ത് ആപ്പിൾ ഇന്റലിജൻസിൽ മെയിൻ ആയിട്ട് എല്ലാവരും കാത്തുന്ന ഒരു സംഭവമാണ് ഫോട്ടോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒന്ന് മായ്ച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാത്ത എന്തെങ്കിലുമൊക്കെ ആക്കി തരും ആ ഫോട്ടോ. പക്ഷേ ഇപ്പൊ അതൊന്നും കൂടെ സ്മാർട്ടായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കറക്റ്റ് മായ്ച്ചു കഴിഞ്ഞാൽ നല്ല രീതിക്കുള്ള ഇറേസിങ്ങും കാര്യങ്ങളൊക്കെ അതിന് വന്നിട്ടുണ്ട്. പിന്നെ സ്പേഷ്യൽ മോഡ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഐഫോൺസിൽ. ഇങ്ങനെ വെക്കാൻ നേരത്തെ ഇങ്ങനെ 3D പോലെ അത് നമുക്കിപ്പോൾ റീഫ്രെയിം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതൊരു കിടിലം ഫീച്ചർ. അത് നൈസ് സാധനം. 3D ആയിട്ട് ഒരു സീനിനെ നമുക്കിങ്ങനെ അത് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എല്ലാ ആംഗിളും ഭാഗങ്ങളൊക്കെ ഇട്ട് നമുക്ക് റീഫ്രെയിം ചെയ്യാം. അത് കിടിലം ഫീച്ചർ ആയിട്ടുണ്ട്. iOS 27 അപ്ഡേറ്റ് എല്ലാ ഫോൺസിലും കിട്ടും. എല്ലാ ഫോൺസ് എന്നും പറഞ്ഞു കഴിഞ്ഞാൽ iPhone 11 സീരീസ് തൊട്ടുള്ള ഫോൺസ് തൊട്ടുള്ളത്. ഇനി ആപ്പിൾ ഇവന്റിൽ അനൗൺസ് ചെയ്ത അടുത്ത മാറ്ററിലോട്ട് വരാം. iOS 27 ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ ആപ്പിൾ ഡിവൈസസിന്റെ എല്ലാത്തിന്റെ പെർഫോമൻസ് ഇപ്പോഴത്തെക്കാളും കുറച്ചും കൂടെ ഫാസ്റ്റർ ആക്കുമെന്നാണ് ആപ്പിൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പൊ ആപ്പ് ലോഞ്ചിങ് ആയാലും ഫോട്ടോ ലോഡിങ് ആണെങ്കിലും പിന്നെ എയർ ഡ്രോപ്പിന്റെ കാര്യത്തിലാണെങ്കിലും പെർഫോമൻസുകളുടെ കാര്യത്തിൽ നല്ല ഒരു ഇംപ്രൂവ്മെന്റ് ഈ OS അപ്ഡേറ്റിലൂടെ കൊടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇതിനെല്ലാം പുറമെ സിറിയയുടെ ആ ഒരു ഇന്റഗ്രേഷൻ എല്ലാ ആപ്സിലും വന്നിട്ടുണ്ട്. സെഫാരി, മെയിൽ, അങ്ങനെ ഇതിലൊക്കെ വന്നിട്ടുണ്ട്. ഈ iOS 27 വരവോടെ നമ്മുടെ ലിക്വിഡ് ഗ്ലാസ് കഴിഞ്ഞ തവണ ഇറക്കിയില്ലേ, അതിൽ കുറച്ചും കൂടെ കൂടുതൽ കസ്റ്റമൈസേഷൻസ് ഒക്കെ വരുത്താനുള്ള ഓപ്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ലിക്വിഡ് ഗ്ലാസിന്റെ ആ ഒരു ട്രാൻസ്പാരൻസി സംഭവമൊക്കെ നമുക്കിപ്പോ സ്ലൈഡർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുള്ള ഓപ്ഷൻ സെറ്റിംഗ്സിൽ വരും. പിന്നെ ആപ്പ് ഐക്കൺസ് ഒക്കെ ചെറിയ രീതിയിലൊക്കെ മാറ്റങ്ങൾ ഇതൊക്കെ വരുത്തിയിട്ടുണ്ട്. വലിയ രീതിയിലല്ല, ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ. പിന്നെ കുറെ വിഷ്വൽ ഇന്റലിജൻസ് ഫീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഫോൺ പിടിച്ചിട്ട് ഒരു ഒബ്ജക്റ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ, അത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്തെങ്കിലും ഫുഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫുഡ് എന്താണ്, അതിൽ എന്തൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളതിനെ പറ്റിയുള്ള, പിന്നെ അതിന്റെ കാലറി കണ്ടന്റ്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ അത് റെക്കഗ്നൈസ് ചെയ്യാണ്ട് കുറച്ചും കൂടെ സ്മാർട്ട് ആയിട്ടുണ്ട്. സോഫ്റ്റ്വെയർ വന്നിരിക്കുന്നത് macOS 27 എന്ന് പറഞ്ഞു വരുന്നുണ്ട്, iPadOS 27 എന്നും പറഞ്ഞു വരുന്നുണ്ട്, പിന്നെ WatchOS വരുന്നുണ്ട്. പിന്നെ ആപ്പിൾ ടിവിയിലും വിഷൻ പ്രോയിലൊക്കെ കുറെ ഇതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ എന്തായാലും കാണാൻ പറ്റും ഈ പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന്റെയും AIയുടെയും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച്. ഒരു പുതിയ അപ്ഡേറ്റ് സോഫ്റ്റ്വെയർ വൈസ് അല്ല, ഈ ഇന്റലിജന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് നമ്മുടെ iPad ആയാലും Mac ആയാലും M സീരീസ് ചിപ്പ് വെച്ച് വരുന്ന ഡിവൈസുകൾക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ.
അതായത് ഐപാഡും നമ്മുടെ മാക്കും. ഒരു അപ്ഡേറ്റ് വരുന്നതിൽ കൂടെ കുറച്ചും കൂടെ കൂടുതൽ മൾട്ടി ടാസ്ക് ചെയ്യാനും പ്രൊഡക്ടിവിറ്റി ഒക്കെ ഒന്ന് കൂട്ടാൻ വേണ്ടിയൊക്കെ ആയിട്ട് കുറെ നേരത്തെക്കാളും നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും. പെർഫോമൻസ് ഇമ്പ്രൂവ്മെന്റ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പുറകെ വരുന്നുണ്ട്. ആപ്പിൾ വാച്ച് ഓഎസിന്റെ കാര്യത്തിലോട്ട് വരാൻ നേരത്ത് പുതിയതായിട്ടുള്ള ഹെൽത്ത് ട്രാക്കിങ്, അങ്ങനെ ബേസ് ആയിട്ടുള്ള ട്രാക്കിങ്, കുറച്ചും കൂടെ ഡാറ്റ ആക്യുറസി അവർ നല്ല രീതിക്ക് ഇംപ്രൂവ്ഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിഷൻ പ്രോന്റെ OS അപ്ഡേറ്റിന്റെ കാര്യത്തിലോട്ട് വരാൻ നേരത്തെ സ്പേഷ്യൽ എക്സ്പീരിയൻസ് അവർ കുറച്ചും കൂടെ നൈസ് ആക്കിയിട്ടുണ്ട്. നേരത്തെക്കാളും കുറച്ചും കൂടെ റിയലിസം അവർ ഒന്നും കൂടെ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ററാക്ഷൻസ് നേരത്തെ വെച്ച് നോക്കണതിനേക്കാൾ അപേക്ഷിച്ച് കുറച്ചും കൂടെ നല്ല രീതിയിൽ അവർ AI-യുടെ സംഭവങ്ങൾ വിഷൻ പ്രോയിൽ ഒന്നും കൂടെ നൈസ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. മൊത്തത്തിൽ ഈ ഒരു AI സോഫ്റ്റ്വെയർ ഒക്കെ വരുന്നതോടെ ആപ്പിളിന്റെ എക്കോസിസ്റ്റത്തിന്റെ സെന്റർ AI ബേസ് ആവണേണ്. മൊത്തത്തിൽ അങ്ങനെ പീക്ക് സ്മാർട്ടർ ആക്കണേ. പിന്നെ പുതിയ കുറച്ച് സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അതായത് പാരന്റൽ കൺട്രോളിൽ കുറെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇപ്പൊ വരുന്നുണ്ട്. ഒരു സോഫ്റ്റ്വെയറിന്റെ റിലീസ് ഡേറ്റും കാര്യങ്ങളും നോക്കാൻ നേരത്തെ ഇപ്പൊ ഓൾറെഡി ഈ ഒരു iOS 27 ബീറ്റ വെർഷൻ ഇറങ്ങിയിട്ടുണ്ട്. മിക്കവാറും ഒരു ജൂലൈ ഒക്കെ ആകുമ്പോഴായിരിക്കും ഇതിന്റെ പബ്ലിക് ബീറ്റ വരാൻ പോകുന്നത്. അപ്പോ അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള അനൗൺസ് ചെയ്ത കാര്യങ്ങൾ. ഇതൊക്കെ മൊത്തത്തിൽ ഒരു AI മയം നിറഞ്ഞ ഒരു ആപ്പിൾ ഇവന്റ് ആയിരുന്നത്. അങ്ങനെ ഫൈനലി ആ WWDC അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.